ജോർദാനിൽ പോയ ഒരു വ്ളോഗർ പെൺകുട്ടി അവിടെ വെച്ച് ദാരുണമായി മരണപ്പെട്ടു. എല്ലാവർക്കും ഇത് വേറെ ഒരു വാർത്ത അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിലൊരു ബിഗ് ട്രോമയാണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിലോട്ട് വരരുത്. നമ്മൾ സന്തോഷം ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കയറിയതിനു ശേഷം പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിക്കാരനെയും കൂടെ എൻ്റെ കൂടെ കയറൂ എന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തതായിട്ടാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതല്ല. ഇപ്പം ഇയാൾ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു കയറ് പോലത്തെ, അതിനെ വെച്ചിട്ട് അടിച്ചിട്ട് ഇത് കുറച്ചൊന്ന് സ്പീഡായപ്പോൾ ഈ പുള്ളിക്കാരൊന്ന് ഓടിയിട്ട് ചാടി കയറി. ഞാൻ കംഫർട്ട് അല്ല, എനിക്ക് പേടിയാവുകയാണ്, നിങ്ങളും കൂടെ കയറി. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പുള്ളി എന്താ ഇത് ഞാൻ കംഫർട്ടല്ല പറഞ്ഞപ്പോൾ താഴെ ഇറങ്ങി. അപ്പം ഞാൻ ചോദിച്ചു ഇനി കയറില്ല എന്ന് വിചാരിച്ചു. അതിന് അവിടെ നിന്നൊരു കമ്പ് പോലത്തൊരു സാധനം ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു മണ്ടിലൊരു പാറ ഉണ്ടായിരുന്നേ, ചെറിയൊരു പാറ, അത് വീണ്ടും അടിച്ചിട്ട് ആ പാറയെ ചവിട്ടി വീണ്ടും കയറി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിലോട്ട് നീങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നീങ്ങിയിരുന്നതിന് ശേഷം പുള്ളി കയറുമ്പോൾ എനിക്ക് വേറെ പ്രത്യേകമായിട്ട് എന്തോ ഒരു ഫീല് വരാൻ തുടങ്ങി. എന്തോ കൊണ്ട് കുത്തുന്ന കണക്കുള്ളൊരു ഫീൽ എനിക്ക് വന്നു. ശരിക്കും ഞാൻ ആ സമയത്ത് എന്താ എൻ്റെ മൈൻഡെന്ന് എനിക്കിപ്പോഴും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഞാൻ ബ്ലാങ്കായി. ഇനി അഥവാ റേപ്പാണ് നെക്സ്റ്റ് നടക്കാൻ പോണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും തിരിച്ച് അയാളെ ഉപദ്രവിക്കാനോ ഓടി രക്ഷപ്പെടാനോ എനിക്ക് ശ്രമിക്കാൻ പറ്റില്ല. അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ലോക്കായിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് അന്നേരം എൻ്റെ ജീവനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല. നമ്മളൊരു ഘട്ടത്തിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചെന്ന് പുറത്ത് പറയണം, അല്ലെങ്കിൽ നാലാൾക്കാരുടെ അടുത്ത് പറയണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് പുറത്ത് വന്നതെന്നുള്ളതൊക്കെ അറിയിക്കണം, രക്ഷപ്പെടണം. അന്നേരം എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ കണ്ട കുറേ സ്വപ്നങ്ങളൊക്കെ മായ്ഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ അന്ന് നടന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷൽ അബ്യൂസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ സെക്ഷൽ അബ്യൂസ് എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്താ പറയാ, ആൾക്കാരുടെ വിചാരം ഇത് സെക്സ് ആണെന്നാണ് ആൾക്കാരുടെ വിചാരം. അവിടെ എന്തോ ഇത് സംഭവിച്ചു. അതാണ് ശരിക്കും സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ്, സെക്ഷൽ അബ്യൂസ് എന്താണെന്നുള്ള പല ആൾക്കാർക്കും അറിയത്തില്ല. ഞാനിത് പബ്ലിക്കിൽ വന്ന് പറയാനുള്ള മെയിൻ കാരണം ഞാൻ അനുഭവിച്ച സമയത്ത് ഞാൻ അന്നെടുത്ത ഡിസിഷനാണ്. ഞാൻ എന്താണോ അനുഭവിച്ചത് അതിനുശേഷം ഞാനെടുത്ത ഡിസിഷനാണ് പബ്ലിക്കലി ഈ ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നത്. പേഴ്സണൽ അറിയുന്ന ഒരു ഫ്രണ്ട് അടക്കം എന്നോട് ചോദിച്ചു, ആക്ച്വലി ഇവൻ എന്താ ചെയ്തേ, അതെന്താ നീ വീഡിയോ എടുക്കാത്തെ? ഒരു സ്ത്രീ ബസ്സിലോ കാറിലോ എവിടെ എനിവേർ നിങ്ങൾ തൊടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു സ്ത്രീ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടാവുമോ? ഞാൻ അന്നേരം ആകെ ഞാൻ എൻ്റെ ലൈഫിലൊരു വാല്യൂ കൊടുക്കാൻ നോക്കിയത് എനിക്ക് ജീവൻ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഓക്കെ ഫൈൻ, ഒരു റേപ്പ് ആണെങ്കിലും ശരി കുഴപ്പമില്ല, കുറച്ച് മുറിവുകളോ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. മേ ബി ഈ ഫിസിക്കലി ഉപദ്രവിച്ച് എന്തെങ്കിലും എനിക്ക് തലയ്ക്കടിയേറ്റോ അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്തോ അല്ലെങ്കിൽ എന്നെ തള്ളിയിട്ട് കൊന്നാലോ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒരു നഷ്ടമില്ല. സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലായിക്കോട്ടെ എല്ലായിടത്തും സ്ത്രീകൾ വലിയ രീതിയിലുള്ള അനീതികൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഏറെ പ്രിയപ്പെട്ട ജന്ന, നമസ്കാരം. ദുബായിലായിരുന്നു. അതെ. എപ്പോഴാണ് ലാൻഡ് ചെയ്തത്? ഇവിടെ 2 വീക്സ് ആയിട്ടുണ്ട്. 2 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉടനെ തിരിച്ചു പോവുമോ അതോ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല ഉടനെ പോകും. നെക്സ്റ്റ് വീക്ക് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. എനിക്കൊന്ന് 3 മാസം മുമ്പാണ് സംഭവിച്ചത്. 3 ആണോ 4 ആണോ? ഫെബ്രുവരി 1-ാം തീയതി. 4-5 മാസത്തിനോട് ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ വിളിച്ചിരുന്നു അല്ലേ? പക്ഷെ ആ സമയത്ത് ദുബായിലായിരുന്നു. നമുക്ക് വരുമ്പോൾ നമുക്ക് കാണാം എന്നോട് പറഞ്ഞു. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? മൊത്തത്തിലൊരു പുകമറയാണ് അതിനെക്കുറിച്ച്. വ്യക്തമായിട്ടൊരു ധാരണ ആർക്കും ഇല്ല. അതായത് ജന്നയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് അതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയുള്ളൂ. വിശദമായി തന്നെ വിശദീകരിച്ചു പോവാം. എന്താണ് സംഭവിച്ചത് ജോർദാനിൽ? ആദ്യമായിട്ട് ഞാൻ ആ ഒരു ഇൻസിഡന്റ് നടന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ അതിനുശേഷം പല ആൾക്കാർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതെന്താ എക്സാക്ട്ലി സംഭവിച്ചത്, എന്താ അതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും പറയുന്നില്ല, കരഞ്ഞ് അത്രയേ ഉള്ളൂ, അതിൽ കരഞ്ഞു വീഴുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഞാനൊരു എക്സ്പ്ലനേഷൻ വിത്ത് പ്രൂഫ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ വീഡിയോയ്ക്ക് കിട്ടിയ ആ ഒരു അത്രത്തോളം ഒന്നും ഈ വീഡിയോ ആരും കാണാനുള്ള താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ഇന്നും പല ആൾക്കാർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ എന്തൊക്കെ ആക്ഷൻസ് എടുത്തതെന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോളോ ട്രാവൽ ചെയ്യാറുണ്ട്, ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് സോളോ ട്രിപ്പായിരുന്നു, ഒന്നും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഓരോന്നും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പെട്രയിലോട്ട്, ഞാൻ ജോർദാനിലുള്ള പെട്രയിലോട്ട് പോകുന്നത്. പെട്രയിൽ പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് അറിയുന്നത്. ആദ്യം പറഞ്ഞല്ലോ പ്ലാൻഡ് അല്ല.
അങ്ങനെ ഞാൻ ഗൈഡിനെ മുന്നേ എടുത്തിട്ടല്ല പോയത്. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആ പുള്ളിക്കാരൻ ഒരു ടൂറിസ്റ്റ് ആണ്, അപ്പോൾ ഫോട്ടോ എടുത്തിടാൻ വേണ്ടിയിട്ട് കൂടെ കൂടി. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, നമുക്കിപ്പോൾ വേണ്ടത് മെയിനായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസും തന്നെയല്ലേ. അങ്ങനെയാണ് ഞാൻ റിയൽ കണ്ടന്റർ ആണ്. അതെ. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ ഫൈൻ എടുത്തു തരട്ടെ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, ഗൈഡാണോ ഇനി അതിനാണോ നമ്മളെ കൂടെ കൂടിയെന്നുള്ളത്. ബട്ട് എനിക്കും വേണ്ടിയിരുന്നത് നമ്മൾ അല്ലെ. അപ്പോൾ ഇതൊന്ന് വിശദീകരിച്ചു പോവാം. അതായത് ഈ പോകുന്നത് ട്രാവൽ ഏജൻസി വഴിയല്ലേ? അല്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ. എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണ്? ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കും, വിസ ഒക്കെ അതിൻ്റെ തന്നെ സൈറ്റിൽ കയറി എടുക്കും. പിന്നെ നമ്മൾ മുന്നക്കൂട്ടി ബുക്ക് ചെയ്യും, റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകല്ലോ. സോ അപ്പം ഈ പുള്ളിക്കാരൻ എൻ്റെ ഒപ്പം നിന്നത് എനിക്ക് കുറച്ച് കംഫർട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. കാരണം നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, കുറച്ച് സ്പോട്ടൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യം പുള്ളിക്കാരനെ ഓക്കെ നിന്നോട്ടേ കരുതിയത്. ദെൻ ഞാൻ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് പോയത്. അന്ന് യൂസ് ചെയ്തിരുന്ന ഷൂ എന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഷൂ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് അല്ലാണ്ട് ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. കാലൊക്കെ ഏകദേശം ഇല്ലാണ്ടായി നടന്നിട്ട്, മൊത്തത്തിൽ ടയർഡായി. അല്ല, അപ്പൊ നമുക്ക് വിശദീകരിച്ചു. ഈ പെട്ര എന്ന് പറയുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് ഒരു വിജനമായ പ്രദേശമാണ്. അതെ അതെ. എങ്ങനെയാണ് നമുക്കൊന്നത്? അതിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 8 സ്പോട്ട് ഉണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ഈ 2.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു 2-3 സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും, ഇൻക്ലൂഡിങ് പെട്ര. അതിനുശേഷമാണ് ബാക്കിയുള്ള ഒരു 4 പ്ലേസ് വരുന്നത്. അതായത് ഈ പെട്രന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഈ 2.5 കിലോമീറ്റർ ഓൾറെഡി നടന്ന് വന്നിട്ടുണ്ടല്ലോ, ഇന്നും ഉണ്ട്. പക്ഷെ ഈ പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ചെടിയോ ഒരു പച്ചപ്പോ വെള്ളമോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരെന്ന് പറയുന്നത് ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങും. അത്ര വരെ ടൈമിംഗ് ഉള്ളൂ. പിന്നെ ടൂർ പാക്കേജ് എടുത്ത് പോകുന്ന ആൾക്കാർക്ക് നൈറ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് പരിപാടികൾ അല്ലാണ്ടുണ്ട്. അങ്ങനെ ആളും അനക്കമില്ലാത്തൊരു സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ വരും, ഈ പറഞ്ഞ ബഗ്ഗിയിൽ വന്നിട്ട് ജസ്റ്റ് സ്ഥലം കണ്ട് ഫോട്ടോ എടുത്ത് പോകുന്നവരുമുണ്ട്, നടന്ന് വന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. ആരും അവിടെ നിൽക്കുന്നില്ല. ഒരു 1/2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. സ്പെൻഡ് ചെയ്യാൻ മീൻസ് കാണാൻ പോവുക, അതിൽ കൂടുതലൊന്നുമില്ല, ഈ കാണുന്നതേ ഉള്ളൂ. ഹിസ്റ്ററി ഒന്നും എവിടെയും അങ്ങനെ പറഞ്ഞു തരാനും മാത്രമല്ല, ഗൈഡ് എടുക്കണമല്ലേ. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഇതുവരെ പോയത് പിന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ പെട്ര. പിന്നെ 7000 വർഷങ്ങളുടെ പഴക്കമുള്ള ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളിൽ. ഞാൻ അങ്ങനെയാണ് കുറച്ച് അധികം നടക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത്. പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു കൂടെ. അപ്പം ആദ്യമൊന്നും പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ മുഖത്തൊക്കെ സംസാരിച്ച് അങ്ങനെയൊന്നുമല്ല, ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇപ്പം തന്നെ ഒരു വിശ്വാസം നേടിയെടുത്തു. അപ്പം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ക്രൈം റേറ്റ് ഒട്ടും ഇല്ലാത്തൊരു കൺട്രിയാണെന്ന്. പിന്നെ അറബ് കൺട്രി ആണല്ലോ ജോർദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ അങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷയും ആ ഒരു വിശ്വാസവും. പിന്നെ ഓൾറെഡി ഒരു 15 കൺട്രി ഇതിന് മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അത് വിശ്വസിച്ച് പോകുന്നത്. അപ്പം മുന്നോട്ട് പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് പൈസയുടെ വിഷയത്തിൽ ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് തോന്നി. അപ്പോൾ തോന്നാൻ കാരണം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിക്കാണ്ടിടയ്ക്ക് എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പൈസ ഇല്ലേ, കാർഡില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഇത് ഗൈഡല്ലേ, അവർക്ക് മെയിനായിട്ട് വേണ്ട പൈസയല്ല, അപ്പോൾ പൈസയാണ് അവരുടെ ഇൻറ്റൻഷൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഒരു ഷോപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴും ഇവരാ സംസാരിക്കും, ഇവരുടെ ഭാഷ നമുക്ക് അറിയത്തില്ല. അറബി അങ്ങനെ വായിക്കാനൊക്കെ അറിയാന്നുള്ളതല്ലാണ്ട് സംസാരിക്കാറൊന്നും അറിയത്തില്ല, എനിക്ക് കേട്ടാലും മനസ്സിലാവില്ല. ദുബായിലല്ലേ കഴിഞ്ഞ 8 വർഷമായിട്ട്? അതെ. തീരെ പഠിച്ചില്ല അറബിയൊന്നും? ഇല്ല, നമ്മൾ കാണുന്ന ആൾക്കാരൊന്നും ഹിന്ദിയൊക്കെ അറിയാം. ഹിന്ദി ഇംഗ്ലീഷൊക്കെ പിന്നും കൈകാര്യം ചെയ്യാം, അറബിക്കൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല. മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല? വായിക്കാൻ അറിയാം, വായിക്കാനൊക്കെ അറിയാം, ഖുറാനൊക്കെ ഓതാറുണ്ട്, വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതുപോലെ അല്ല സംസാരിക്കുന്നത്. ആരെങ്കിലും അസ്ലാമലൈക്കും അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ അറിയാം. അല്ലാതെ മൊത്തത്തിലുള്ള ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അന്നപ്പഴ ഞാൻ നോക്കിക്കേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ സംസാരങ്ങളോ ഇവരെ ഒന്നും നമുക്ക് അറിയാത്തൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഇൻറ്റൻഷൻ പൈസയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പൈസ എങ്ങനെ കാരണം എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരു $700 ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാർഡിനകത്തൊരു 10-30,000 ദിർഹംസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അവിടെ പെട്ടുപോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓക്കെ മേ ബി ഹെൽപ്പ് ആരെങ്കിലും ചെയ്യുമായിരിക്കും. എന്നാലും നമ്മൾ അന്നേരം നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് നിൽക്കുന്ന ഒരു സംഭവം ആർക്കും ചെയ്തു തരാൻ പറ്റത്തില്ല, ആ ഒരു കംഫർട്ട് ആർക്കും തരാൻ പറ്റില്ല. ഞാൻ അതാ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം ഈ പുള്ളിക്കാരൻ അവിടെ ഒരു തോമ്പുണ്ടെന്ന്, തോമ്പെന്ന് പറയുമ്പോൾ ഈ ശവകുടീരം, ഈ ഈജിപ്ഷ്യൻ ഇതിലൊക്കെ പറയുന്ന കണക്ക്. അപ്പം
അതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞത് അവിടെ ഒന്നും ആൾക്കാർക്ക് പോകാൻ അലൗഡ് അല്ല. നമുക്ക് ഈ അലൗഡ് അല്ല എന്ന് കേൾക്കുമ്പോഴാണല്ലോ കൂടുതൽ പോകണം, ആരും കാണാത്തത് നമുക്ക് എടുക്കണം. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ പോയി. അപ്പോഴും പുള്ളി നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതായത് ഈ പെട്രയിൽ നിന്ന് വീണ്ടും 1 കിലോമീറ്ററോളം ഉള്ളിൽ പോയി. ടയർഡായി, സമയത്തിൻ്റെ ഒരു പരിധി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുള്ളി ഒരു ഷോർട്ട് കട്ടിനെ കുറിച്ച് എന്നോട് പറയുന്നത്. അത് ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷോർട്ട് കട്ട്. ആ സമയത്ത് എനിക്ക് എങ്ങനെയും എത്തിപ്പെട്ടാൽ മതി, അതും എളുപ്പത്തിൽ, എനിക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ്. അത് ഈ മ്യൂളെന്ന് പറഞ്ഞിട്ടൊരു അനിമലുണ്ട്. അത് കഴുതയല്ല കുതിരയല്ല, അതിൻ്റെ ഒരു മിഡിലിൽ വരുന്ന 2 മിക്സ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഐറ്റം മ്യൂൾ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ മ്യൂളിൽ എത്തുമ്പോഴാണ് മ്യൂളിലാണ് പോകുന്നതെന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പം ഈ മ്യൂളിൽ പോകുന്ന സമയത്ത് ഇയാൾ ഒരു മ്യൂൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ട് വെയിറ്റ് ആക്കണം. അപ്പം ഞാനും വിചാരിച്ച് നമ്മളൊക്കെ തിരിച്ച് പോവുകയല്ലേ, ഏകദേശം 5-5:30 ആയല്ലോ. ഈ പുള്ളിക്കാരൻ വേറെ മ്യൂളിൽ വരും, ഞാൻ ഈ മ്യൂളിൽ പോകും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് ചോദിക്കുകയും ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ കയറിയതിന് ശേഷം പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെയും കൂടെ എൻ്റെ കൂടെ കയറൂ എന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തതായിട്ടാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതല്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. എനിക്കറിയാം എൻ്റെ ബോഡി ടൈപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ മ്യൂളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത് എന്നെക്കാളും ചെറുതാണെന്ന്. അപ്പോൾ ഈ സാധനത്തിന് വേണ്ടി ഞാൻ കയറിയിരിക്കുമ്പോൾ കംഫർട്ട് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു ആനിമൽ, ഒരു മിണ്ടാപ്രാണീൻ്റെ മണ്ടേ ഞാൻ കയറിയിരുന്നിട്ട് അവനും കൂടെ കയറാൻ പറയാം, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം പുള്ളി നടന്നു വന്നപ്പോൾ ഞാൻ പക്ഷേ അവരുടെ സ്ഥലമല്ലേ, അവർക്കറിയാം. ബട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് മുന്നോട്ട് പോയി. മുന്നോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു മിഡിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വന്ന വഴി പോലും കാണാൻ പറ്റുന്നില്ല. അത്രത്തോളം ഒരു കുന്നിൻ്റെയൊക്കെ മണ്ട കയറി എവിടേക്കോ എത്തിപ്പെട്ടു. ശരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എനിക്കൊരു 360 ഡിഗ്രി നോക്കുമ്പോൾ മുന്നോട്ടും ഒന്നും കാണുന്നില്ല. എവിടെയും ഞാൻ വന്ന വഴി പോയിട്ട് ഇവിടെ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ ഞാൻ അപ്പോഴും എക്സൈറ്റഡാ, സംഭവത്തിലോട്ട് അപ്പോൾ എത്തുന്നില്ല. ദെൻ ഇവരെന്നോട് പറഞ്ഞത് കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ കാല് വെക്കുന്നൊരു സാധനമല്ലേ, അപ്പോൾ അതിൽ ചവിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തി ഫ്രണ്ട് ഇരിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു കയറ്റം കയറുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ലീൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇയാൾ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു കയറ് പോലത്തെ, അതിനെ വെച്ചിട്ട് അടിച്ചിട്ട് ഇത് കുറച്ചൊന്ന് സ്പീഡായപ്പോൾ ഈ പുള്ളിക്കാരൊന്ന് ഓടിയിട്ട് ചാടി കയറി. ഞാൻ അന്നേരം ചോദിക്കുന്നുണ്ട്, ഇത് നമ്മളെ താങ്ങില്ല പറഞ്ഞപ്പോൾ നീ എന്തിനാ കയറിയത്, നമ്മളിത് താങ്ങില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ പുള്ളി എനിക്ക് തിരിച്ചൊന്ന് മറുപടി, എന്നെയും അയാളെയും അതുപോലെ 2 ആൾക്കാരെയും അത് താങ്ങും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാനല്ല അയാളാ പറയുന്നേ, ആ പുള്ളിയാ പറയുന്നേ. അത് നമ്മളെ 2 ആളെ പോലെ ഇനി 2 ആൾക്കാർക്കും കൂടെ കയറാൻ ഇതിൽ പറ്റും, അതുകൊണ്ട് നീ അത് ടെൻഷൻ ആവണ്ട. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് അതല്ല പ്രശ്നം, ഒന്ന് ബാലൻസ് ചെയ്യുന്നില്ല, കയറ്റത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇത് പുള്ളിനെ പറഞ്ഞു, വിജനമായ പ്രദേശം ആരുമില്ല ചുറ്റും, ഒന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു പച്ചപ്പ് പോയിട്ട് വെള്ളത്തിന്റെ അംശം ഒരു തലവെട്ടോ കാണുന്നില്ല. ഒരു വിജനമായ പ്രദേശത്തില് എന്താ ഈ വ്യക്തിയുടെ കൂടെ പോയപ്പോൾ ഒരു പേടിയൊന്നും തോന്നിയില്ല? നല്ല സമീപനമായിരുന്നില്ല ആദ്യം? സമീപനം ഓക്കെ, ആദ്യപ്പോഴേ അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തു. രണ്ടാമത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു തന്നു, ആ കാണുന്ന അതിന്റെ മണ്ടയിലാണ് ഇതിന്റെ എൻട്രൻസ്, അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നടന്ന അപ്പൊ കാണിച്ചു തരുക. അപ്പം ഇവിടെ ഗൈഡ് ആണല്ലോ, ആ പുള്ളിക്കാരൻ കാണിച്ചു തന്നു പല സ്ഥലങ്ങളും. ട്രഷറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചു തന്നു, പിന്നെ വേറെ കുറെ തോമ്പൊക്കെ കാണിച്ചു തന്നു. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ അല്ലേ ഇരിക്കുന്നേ, ഇവിടെ നിന്ന് വീണ്ടും 2.5-3 കിലോമീറ്റർ നടക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് ആ കാണുന്നിടത്ത് അവിടെയാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ശരിക്കും ഒരു വിശ്വാസം നേടിയെടുത്ത് 1/2 മണിക്കൂർ കൊണ്ട് വിശ്വാസം നേടിയെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ദുരുദ്ദേശം ഉള്ളിൽ വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അന്നേരം റിയലൈസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് മുന്നേ കടന്നു പോയിട്ടില്ല. അത് ആ ഒരു അവയർനെസ് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്വാൻറ്റേജ് എടുത്തത്. അല്ല, ഈ സത്യം പറഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണോ? ഈ ഇപ്പം എന്താ ജന്ന ഇങ്ങനെ പോയ സ്ഥലം മറ്റുള്ളവർ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണോ? അല്ല, തോമ്പ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പ്രവേശനം ഇല്ല. അതാ പുള്ളിക്കാരൻ അത് കാണുന്ന സ്ഥലത്ത് തന്നെയാണ്. അല്ല, പുള്ളിക്ക് മാത്രം എങ്ങനെ ആ ഒരു പ്രവേശനം കിട്ടി? അത് പ്രവേശനം അവിടെ പ്രത്യേകിച്ച് ബാരിക്കേഡ് അങ്ങനത്തെ സംഭവം ഒന്നും വച്ചിട്ടില്ല. നമുക്ക് കയറാം, പക്ഷെ അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കാണുന്ന സ്ഥലം തന്നെ. ഇപ്പൊ ആരും നടന്നു പോകുമ്പോൾ നമ്മൾ കയറി പോകുന്ന കാണുന്നുണ്ട്, അല്ലാതെ ഒളിഞ്ഞും മറവുള്ള സ്ഥലമൊന്നുമല്ല, കാണാം, വിസിബിൾ ആണ്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ അവിടുത്തെ പിന്നെ ലോക്കൽസ് ഒക്കെ മ്യൂളിൽ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു വഴിയുണ്ട്, അവിടെ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അവിടെ റോഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ വിശ്വാസത്തിനടുത്ത് ഞാനിത് കയറുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു അപകടം ഞാൻ സ്മെൽ ചെയ്തിട്ടില്ല, അപകടം ഞാൻ ശരിക്കും മുന്നുകൂട്ടി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സമീപനമായിരുന്നു ആദ്യം മുതൽ. പിന്നെ ഇതിൽ കയറിയപ്പോൾ മുതൽ
ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു ടച്ചൊക്കെ ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നോർമലാണ്. ബട്ട് ഞാൻ അപ്പോഴും പുള്ളിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ കംഫർട്ട് അല്ല, എനിക്ക് പേടിയാവുകയാണ്, നിങ്ങളും കൂടെ കയറി. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇയാളെ ഇറങ്ങുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇറങ്ങൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് പറയുന്നുണ്ട് കംഫർട്ട് അല്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇത് മറിഞ്ഞു വിടും ഞാൻ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരൻ കുറച്ചുകൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ കൂടെ പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ തുടങ്ങി ബോഡീൻ്റെ ഉള്ളിൽ. കാരണം ഈ വീഡിയോസ് ഞാൻ എൻ്റെ ക്യാമിൽ എടുത്തോണ്ടിരുന്നത്, അപ്പം DJ ക്യാമറയിൽ എടുത്തോണ്ടിരുന്നത്. അപ്പം അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഒരു കിണിമിണി സൗണ്ട് കേൾക്കും. അപ്പം ഈ സാധനം ഓൾറെഡി ഒരു 15 മിനിറ്റോ അങ്ങനെ എങ്ങാണ്ടോ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ഞാൻ ഏകദേശം 2 മണിക്കൂറോളം വീഡിയോസ് എടുത്തത് തീരാറായി. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു വൈൻഡപ്പ് ഒക്കെ പറയണം, പിന്നെ പോകുന്ന എത്രത്തോളം ദൂരമാണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓരോ സമയം എത്തുമ്പോഴും ഓണാക്കി അങ്ങനെയാണ്. അപ്പോൾ ഈ ഓഫ് ചെയ്ത് വെച്ച സമയത്ത് ബാഗിനകത്ത് എൻ്റെ ഫോണ് കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. കാരണം ഇതൊന്നും പുറത്ത് പോയപ്പോൾ അറിയില്ല, ഫോണ് കാര്യങ്ങൾ പേഴ്സ് ഒന്നും പോയാൽ അറിയത്തില്ല. അപ്പം അതിനുശേഷം ഈ പുള്ളിക്കാരൻ ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരാളും കാണാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടുള്ള, അതായത് ഒന്ന് നിലവിളിച്ചാൽ പോലും, എന്നെ ഉപദ്രവിച്ചാൽ പോലും ആരും വിളി കേൾക്കാനില്ല, എനിക്കോട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സന്ദർഭം എത്തിയപ്പോഴാണ് ബാറ്റ് ടച്ച് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എൻ്റെ തൊടയിലും ബാക്കിലും ഒക്കെ കൈവച്ചപ്പോൾ ഞാൻ അതെനിക്ക് മനസ്സിലായെങ്കിലും എനിക്കതെങ്ങനെ പറഞ്ഞു കൊടുക്കണം, തുടരുത് എന്നുള്ള ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് കംഫർട്ട് അല്ല എന്ന്. പക്ഷെ ഇതൊക്കെ തൊടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിക്കും, ഇത് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഈ കൈയിൻ്റെ ഈ വശം കൊണ്ടാണ് തൊടുന്ന സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റിൽ പിടിച്ചിട്ടില്ല, ഈ ഒരു വൃസ്റ്റ് ഏരിയ വെച്ചിട്ടാണ് ഇങ്ങനെ തൊടുന്നതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച അറിയാണ്ടായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ പുള്ളി ഇത് ഞാൻ കംഫർട്ടല്ല പറഞ്ഞപ്പോൾ താഴെ ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി കയറില്ല എന്ന് വിചാരിച്ചു. അതിനോട് അവിടെ നിന്നൊരു കമ്പ് പോലത്തൊരു സാധനം ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു മണ്ടിലൊരു പാറ ഉണ്ടായിരുന്നേ, ചെറിയൊരു പാറ, അത് വീണ്ടും അടിച്ചിട്ട് ആ പാറയെ ചവിട്ടി വീണ്ടും കയറി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിലോട്ട് നീങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നീങ്ങിയിരുന്നതിന് ശേഷം പുള്ളി കയറുമ്പോൾ എനിക്ക് വേറെ പ്രത്യേകമായിട്ട് എന്തോ ഒരു ഫീല് വരാൻ തുടങ്ങി. എന്തോ കൊണ്ട് കുത്തുന്ന കണക്കുള്ളൊരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് കയ്യിലൊരു കമ്പുണ്ടായിരുന്നു, ഇനി അത് വല്ലതും ആണോ നോക്കിയപ്പോൾ കയ്യിൽ കമ്പ് അപ്പുറം ഇപ്പുറം ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അത് എന്നോട് പറഞ്ഞു അതിൽ ചവിട്ടിയിട്ട് ഒന്ന് എണീറ്റ് നിൽക്ക് കയറാൻ വേണ്ടിയിട്ട്, അതായത് അതിന് കയറാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കാൻ. ശരിക്കും ഞാൻ ആ സമയത്ത് എന്താ എൻ്റെ മൈൻഡെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഞാൻ ബ്ലാങ്കായി. അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പ്രിപ്പയർഡ് അല്ല. ആ മൈൻഡിലോട്ട് മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ട് ആയി. ഞാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല, ഒന്നുമില്ല, ചെറുതായിട്ട് ഒരു 5:30 കഴിഞ്ഞു. സമയമായി. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പോകുമ്പം ബാക്കിലോട്ട് കാണുന്നത് ഇതിൻ്റെ ഒരു മൗണ്ടെയിൻ വ്യൂ ആ. അപ്പം ഈ സൂര്യൻ ഏകദേശം താഴോട്ട് ഇറങ്ങി. അപ്പം ഇറങ്ങുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണുന്നത്. എൻ്റെ മൈൻഡും ബ്ലാക്ക് ഷെയ്ഡായിരുന്നു, എൻ്റെ ചുറ്റും അങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ ശരിക്കും പേടിയുടെ അവസ്ഥയിലെത്തി. ദെൻ ഈവൻ പുറകിരുന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയാ ചവിട്ടിയിട്ട് എണീറ്റ് നിൽക്കും, അതിന് കയറണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ ലിറ്ററലി എന്താ പറയാ, എനിക്കത് ശരിക്കും പറഞ്ഞാൽ ആ വേർഡ് എടുത്ത് പറയാൻ തന്നെ ഭയങ്കര മടിയാ. അതെന്താ വെച്ചാൽ കഴിഞ്ഞ 4 മാസം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ആ ഒരു വേർഡാണ്. അപ്പം എല്ലാവരും കളിയാക്കി, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കളിയാക്കി ആൾക്കാർ പറയാം ജാക്കി വെക്കെന്ന് പറഞ്ഞിട്ട്. അതെന്താന്ന് എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ ആ വാക്ക് പഠിച്ചതിന്റെ പുറമെ അനുഭവിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഈ വാക്ക് ശരിക്കും ഫണ്ണി അല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ഇപ്പോൾ അത് ശരിക്കും ഫണ്ണി അല്ല. എല്ലാവരും ജാക്കി എന്ന് പറയുമ്പോൾ ഫണ്ണി ആയിട്ടാണ് കാണുന്നത്. ഇത് ഫണ്ണി അല്ല, അത് അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും അത് ഫണ്ണി അല്ല. അത് മാത്രമല്ല അനുഭവിച്ചത്. അത് ലിറ്ററലി എന്നെ അവിടെ എവിടെയും പിടിക്കുകയും നെക്കുകയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഡിഫെൻഡ് ചെയ്യാനോ എനിക്ക് തിരിച്ചുപദ്രവിക്കാനോ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും ഞാൻ ശരിക്കും അവിടെ പെട്ടു. അന്നേരം എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഇനി അഥവാ റേപ്പാണ് നെക്സ്റ്റ് നടക്കാൻ പോണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും തിരിച്ച് അയാളെ ഉപദ്രവിക്കാനോ ഓടി രക്ഷപ്പെടാനോ എനിക്ക് ശ്രമിക്കാൻ പറ്റില്ല. അതാണ് സത്യം. പറ്റുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് പറ്റില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റേപ്പ് ആണെങ്കിലും റെഡി ആയിരുന്നു. ആ സമയത്ത് ഓക്കെ ആയിരുന്നു. കാരണം ജീവൻ കിട്ടിയാൽ മതി, ആ കണ്ടീഷൻ അത് അങ്ങനെയാണ്. ആരും ഒരു സഹായത്തിന് വരാനില്ല, വിളിച്ചാൽ അപ്പുറത്ത് കേൾക്കാൻ മാത്രം ഒരു മനുഷ്യനും ഇല്ല, അല്ലെ? അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് നേരെ അല്ല ആ വഴി കൂടെ വന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് നേരെ ഓടാന്നെങ്കിലും പറയാം. ഇത് ഇങ്ങോട്ട് വലത്തോട്ട് പോയി അതിൽ കൂടെ ആ മലയിൽ കൂടെ കറങ്ങി ഇവൻ തിരിച്ചു കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ ടൗണിൽ പ്രോപ്പർ ടൗണിൽ എത്താൻ പറ്റില്ല. എനിക്കറിയില്ല എവിടെ എത്തുന്നതെന്ന്. എന്നോട് പറഞ്ഞതല്ലേ 5:30 മണിയുമായി. അതെ, അതായത് സത്യം പറഞ്ഞാൽ ലോക്കാകുക എന്ന് പറയുന്ന ലോക്കായിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് അന്നേരം എൻ്റെ ജീവനേക്കാൾ വലുത്
വേറെ ഒന്നുമില്ല. ഇനി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കൊടുക്കാൻ ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടേ വരുള്ളായിരുന്നുള്ളൂ. എനിക്ക് ജീവൻ കിട്ടിയാൽ മതി. ആ നിമിഷത്തിൽ എനിക്ക് നമ്മളൊരു ഘട്ടത്തിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാണ്ടാകുമ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചെന്ന് പുറത്ത് പറയണം, അല്ലെങ്കിൽ 4 ആൾക്കാരുടെ അടുത്ത് പറയണം, നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്നാണ് പുറത്ത് വന്നതെന്നുള്ളതൊക്കെ അറിയിക്കണം, രക്ഷപ്പെടണം. അന്നേരം എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ കണ്ട കുറേ സ്വപ്നങ്ങളൊക്കെ മായ്ഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാതെയാണോ എനിക്ക് ഇത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉപദ്രവിച്ചിട്ട് ഇവിടെ നിന്ന് തള്ളിയിട്ടാൽ പോലും എങ്ങനെ ഞാൻ മരിച്ചെന്ന് പോലും എൻ്റെ വീട്ടുകാരോ എൻ്റെ സുഹൃത്തുക്കളോ എന്നെ അറിയുന്നവരോ അറിയാൻ പോകുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ സഞ്ചരിച്ചപ്പോൾ കാല് തെന്നിയോ അങ്ങനെ അതേ അറിയത്തുള്ളൂ. പിന്നെ ഒന്ന് റേപ്പ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അബ്യൂസോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് നടന്നതായിട്ടും തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അന്ന് നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ അബ്യൂസ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ സെക്ഷൽ അബ്യൂസ് എന്താണെന്നുള്ളത് അറിയത്തില്ല. സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ആൾക്കാരുടെ വിചാരം ഇത് സെക്സ് ആണെന്നാണ് ആൾക്കാരുടെ വിചാരം. അവിടെ എന്തോ ഇത് സംഭവിച്ചു, അതാണ്. ശരിക്കും സെക്ഷൽ ഹറാസ്മെന്റ് എന്താണ്, സെക്ഷൽ അബ്യൂസ് എന്താണെന്നുള്ള പല ആൾക്കാർക്കും അറിയത്തില്ല. പിന്നെ ഇതെല്ലാം ഒരു തമാശ പോലെ ആൾക്കാർ കാണുന്നത്. ഞാനിത് പബ്ലിക്കിൽ വന്ന് പറയാനുള്ള മെയിൻ കാരണം ഞാൻ അനുഭവിച്ച സമയത്ത് ഞാൻ അന്നെടുത്ത ഡിസിഷനാണ്. ഞാൻ എന്താണോ അനുഭവിച്ചത് അതിനുശേഷം ഞാനെടുത്ത ഡിസിഷനാണ് പബ്ലിക്കിൽ ഈ ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നത്. കാരണം അവിടെയും ഇത് അവസാനിച്ചില്ല. ഇങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ പ്രവൃത്തിൻ്റെ ഒടുവിൽ എന്നെക്കൊണ്ട് ഇറക്കി വിട്ടതൊരു സ്ലം പോലത്തെ ഒരു ഏരിയയിലാണ്. ശരിക്കും അവിടെ ഒരു റോഡ് പോലും കാണാൻ പറ്റുന്നൊരു സെറ്റപ്പിലല്ലായിരുന്നു. പിന്നെ ഇതിനിടയിൽ പല ആൾക്കാരുടെ ഒരു ചോദ്യമുണ്ട്, ഈ നടന്ന ഇൻസിഡൻറ്റ് എന്തുകൊണ്ട് വീഡിയോയിൽ എടുത്തില്ല എന്ന്. ഈ ഒരു ക്വസ്റ്റിന് മുമ്പിലാണ് ഞാൻ തകർന്നു പോയത്. എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരു ഫ്രണ്ട് അടക്കം എന്നോട് ചോദിച്ചു, ആക്ച്വലി അവൻ എന്താ ചെയ്തേ, അതെന്താ നീ വീഡിയോ എടുക്കാത്തേ? അത് എനിക്ക് സംഭവിച്ചു. നിങ്ങൾ ആൺകുട്ടികൾക്ക് ഒരു സ്ത്രീ ബസ്സിലോ കാറിലോ എവിടെ എനിവേർ നിങ്ങൾ തൊടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു സ്ത്രീ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ട് ഉണ്ടാവുമോ? ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ്, കംഫർട്ട് ആവില്ല. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്ക് ആയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് ഇവൻ്റെ ഫേസ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എടുക്കുന്ന സമയത്ത് അവനത് മനസ്സിലായി, ഓക്കെ ഇവള് എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇവൾ എന്നെ ഈ വീഡിയോയിലൂടെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കില്ലേ? ഞാൻ അന്നേരം ആകെ ഞാൻ എൻ്റെ ലൈഫിലൊരു വാല്യൂ കൊടുക്കാൻ നോക്കിയത് എനിക്ക് ജീവൻ കിട്ടിയാൽ മതി. അവിടെ എനിക്കൊരു പിന്നെ മൽപ്പിടുത്തവോ അല്ലെങ്കിൽ ഉപദ്രവമോ ഇതൊന്നുമല്ല ഞാൻ അവിടെ. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമല്ല ഞാൻ അവിടെ അന്ന് വേണമെന്നുള്ളത് ഉണ്ടായിരുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഓക്കെ ഫൈൻ, ഒരു റേപ്പ് ആണെങ്കിലും ശരി കുഴപ്പമില്ല, കുറച്ച് മുറിവുകളോ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, മേ ബി വരുമല്ലോ. അത് നമ്മളുടെ കൺസേൺ കൂടി അല്ലാതാവുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ റേപ്പിൽ സംഭവിക്കുക അതൊക്കെ തന്നെ, അതെന്നാലും സാരമില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് അത് മറക്കാനും അതിന്ന് ഓവർകം ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഫിസിക്കലി ഉപദ്രവിച്ച് എന്തെങ്കിലും എനിക്ക് തലയ്ക്കടിയേറ്റോ അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്തോ അല്ലെങ്കിൽ എന്നെ തള്ളിയിട്ട് കൊന്നാലോ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒരു നഷ്ടമില്ല. അതൊരു കഥ മാത്രം. ജോർദാനിൽ പോയ ഒരു വ്ളോഗർ പെൺകുട്ടി അവിടെ വെച്ച് ദാരുണമായി മരണപ്പെട്ടു. ഇതിനപ്പുറം അവിടെ നിന്നൊന്നും വരത്തില്ല. അപ്പം എല്ലാവർക്കും ഇത് വേറെ ഒരു വാർത്ത അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിലൊരു ബിഗ് ട്രോമയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജന്ന ഇത് കൃത്യമായിട്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് ഇന്ന ആളുടെ മുഖവും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. അത്യാവശ്യം അത് എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം അത് നല്ല രീതിയിൽ തന്നെ അത് കൺവേ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം തീർത്തും നിരുത്തരവാദപരമായി പോയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. ആൺകുട്ടികൾക്ക് മാത്രം ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ പോരല്ലോ ഈ നാട്ടിൽ, പെൺകുട്ടികൾക്കും യാത്ര ചെയ്യണം അല്ലെങ്കിൽ സ്ത്രീകൾക്കും യാത്ര ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ അത് പൊതുമധ്യത്തിൽ വന്ന് പറയുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാവരും, മലയാളികൾ മൊത്തത്തിലല്ല പറയുന്നത്, ജനറലൈസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല, മലയാളികളിലെ 1% സ്ത്രീകളെയാണ് തിരിച്ചാക്രമിക്കുന്നത്. അത് ഞാൻ പല ആൾക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജന്നേൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ജന്നയുടെ തന്നെ നമുക്ക് പറയാം അതിൻ്റെ അകത്ത് എത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വന്നത്. പറഞ്ഞല്ലോ, ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു, എന്താടി അവൻ നിന്നെ ചെയ്തതെന്ന് വരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക, ഓൺലൈൻ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വളച്ചൊടിച്ച് വക്രീകരിച്ച് അവരെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന ആ ഒരു നടപടി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലൂടെ അവർ തരണം ചെയ്ത് മുന്നോട്ട് വരരുത് എന്നുള്ളത് ചില ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റാണ്.
അവരെന്നും വിക്റ്റിമായിട്ട് ജീവിക്കണം, അവർ ഓവർകം ചെയ്ത് വരരുത്. അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം ഞാനത് സംഭവിച്ചിട്ടൊരു 10-12 ദിവസം എനിക്ക് നോർമൽ ലൈഫ് പറ്റിയിട്ടില്ല. ഒരുപാട് കാലം എടുത്തിട്ടില്ല, ഒരു 10-12 ദിവസം നോർമൽ ലൈഫ് പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ മസിലൊക്കെ ടൈറ്റായി, ചിരിക്കാൻ പറ്റാണ്ട് അതായത് ഇങ്ങനെ ഇത് പറ്റുന്നില്ല, ഇവിടെ എനിക്ക് വിറയ്ക്കുമായിരുന്നു. അത്രയും ഞാൻ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നല്ല രീതിയിൽ ഹോണ്ട് ചെയ്തല്ലേ ഒരു 10-15 ദിവസം നല്ല രീതിയിൽ മെന്റലി? അതെ അതെ, അതൊരു വൃത്തിയായിട്ടൊരു ഫീലായിരുന്നു. അതെനിക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് ആൺ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് തന്നെ ഒരു വല്ലാത്ത നമ്മളെ ഈ ബോഡിയിലൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇത് വന്നിട്ട് നമുക്ക് ഇറിറ്റേഷൻ വരും. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, ബട്ട് ഈ ഒരു കാര്യം എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ വന്നതാ. പിന്നെ ഈ ആൾക്കാർ എങ്ങനെയാണ് ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ഇത് പ്രതികരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫേസ് ചെയ്ത് വന്നെന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ ലൈഫിലൊരു വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ ഭാഗത്ത് ശരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വെളിയിൽ വരരുത്, സമൂഹത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം, അതായത് വീടിൻ്റെ ഉള്ളിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വിക്ടിം ബേസിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട എല്ലാ പരിഗണനകളും എല്ലാവരും തരും. നമ്മൾ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും, അയ്യോ ഈ കുഞ്ഞിനിങ്ങനെ ഒരവസ്ഥ വന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നമ്മൾ താങ്ങാനും തലോടാനും തോളിച്ചാഴ്ത്തി കിടത്താനും താരാട്ട് പാടാനൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് നമുക്കിതല്ല വേണ്ടത്, നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ട്, നമ്മളെ ലൈഫിനൊരു സ്റ്റെപ്പ് മുന്നിലോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിലോട്ട് വരരുത്. നമ്മൾ സന്തോഷം ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്.